എല്ലാതരം പച്ചമുളകും കൃഷി ചെയ്ത് ഇതുപോലെ ധാരാളമായിട്ട് വിളവെടുപ്പ് നടത്താനായിട്ട് മൂന്നേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവണം 3 പ്രശ്നം. ഒന്നാമത്തെ അതിൻ്റെ ഇലകളൊക്കെ കുരുടിക്കുക, ഇലകൾ ചുരുള്, പിന്നെ ആ മുകളങ്ങളൊക്കെ വികൃതമാവുക, പിന്നീട് വരുന്ന ഇലകൾക്കൊക്കെ മഞ്ഞ കളർ വരിക, വാടി പോവുക. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇലകളൊക്കെ അടിയിലോട്ട് ചുരുണ്ടിരിക്കുക. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇലകളൊക്കെ മുകളിലോട്ട് ചുരുളുക. ഈ 3 പ്രശ്നങ്ങളും വരുന്നത് ഓരോരോ കീടങ്ങൾ കൊണ്ടാണ്. അതായത് വെള്ളീച്ചയുടെ ഉപദ്രവം, മുഞ്ഞയുടെ ഉപദ്രവം, ചായയുടെ ഉപദ്രവം, പിന്നെ മണ്ണിലൂടെയുള്ള പ്രശ്നം. ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് മഞ്ഞക്കടി കെട്ട്, അതുപോലെ ഡിഷ് വാഷ് അത് നമ്മൾ കൊടുക്കുക, തുളസി ഇല കൊടുക്കുക. അപ്പം ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾ മതി. മുളക് നന്നായി വളരാൻ ഇതൊന്ന് ചെയ്തു നോക്കൂ. മുളകിന്റെ തലപ്പ് നുള്ളി കൊടുക്കുക, ഉണങ്ങി നിൽക്കുന്ന ഇലകളും കൊമ്പുകളും നീക്കം ചെയ്യുക. മുളക് നന്നായി വളരും. പച്ചമുളകിലും കാന്താരിയിലും ഒക്കെ നിറയെ പൂക്കൾ ഉണ്ടാവാനും ഉണ്ടാവുന്ന പൂക്കൾ പൊഴിയാതെ എല്ലാം തന്നെ നല്ല വലിപ്പത്തിൽ കായായി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വെച്ച് പുളിപ്പിച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട്. 1 ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ പൊടിയാണ്. അപ്പോൾ നല്ല നാടൻ മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. അതൊരു 1/2 സ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ചേർത്തെടുക്കാൻ പോകുന്നത് ചാരമാണ്. അത് 1 സ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ വിറക് കത്തിച്ച ചാരം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ കരിയില കത്തിച്ച ചാരം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി ഇത് മൂന്നും കൂടെ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ടൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. അതിനുശേഷം ഇതിങ്ങനെ തന്നെ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ സ്പ്രേ ബോട്ടിലാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ചെടിയിൽ മുഴുവനായിട്ടും ഇലകളുടെ അടിയിലും മുകളിലും ഒക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണേ.